കെ മധു, പി ബസന്ത് തുടങ്ങിയവർ നമുക്കൊപ്പം തുടരുന്നുണ്ട്. പി ബസന്തിലേക്ക്. ബസന്ത്, ഒരുപാട് മേഖലകൾ കടന്നു ചെന്ന, അവിടെയൊക്കെ തൻ്റേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തി കൂടിയാണ്. പരിസ്ഥിതി ശാസ്ത്ര മേഖലയിൽ പരിസ്ഥിതി പ്രവർത്തകനായി, ഒപ്പം ഈ ജൈവ വൈവിധ്യങ്ങളെ കുറിച്ചുള്ള പഠനത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അവബോധം നൽകുന്നതിൽ തുടങ്ങി നിരവധി കാര്യങ്ങൾ. ബംഗളൂരുവിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ ഒരു വകുപ്പ് എൻവയോൺമെൻറ്റൽ സയൻസിന് വേണ്ടി ആരംഭിച്ചു. നിരവധി വിദേശ സർവകലാശാലകളിൽ വിസിറ്റിംഗ് പ്രൊഫസറായി പ്രവർത്തിച്ചു. അങ്ങനെ ഒരുപാട് ലോക പ്രശസ്തനായ ഒരു വ്യക്തിയാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. നികത്താനാവാത്ത ഒരു വിടവ്. പറയൂ ബസന്ത്. പരിസ്ഥിതി രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ മാധവ് ഗാഡ്ഗിലിന് പകരം വെക്കാൻ ഒരാള് നമുക്കില്ല എന്നുള്ളത് തന്നെയാണ്. ഹിമാലയ മേഖലകളും മലനിരകളും അതോടൊപ്പം തന്നെ പശ്ചിമഘട്ട മേഖലയിലും കുറിച്ച് ഇത്രയും ആഴത്തിൽ പഠനം നടത്തിയിട്ടുള്ള മറ്റൊരാളില്ല എന്നുള്ളത് തന്നെയാണ്. ഈ മേഖലകളിൽ നടത്തുന്ന വികസന പ്രവർത്തനങ്ങളിൽ അടിസ്ഥാന സൗകര്യ വികസനം, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു നടപടി ആ മേഖലയെ തകർക്കുന്നതാണ് എന്നുള്ളൊരു മുന്നറിയിപ്പ് വളരെ കൃത്യമായി ജനങ്ങളുടെ മുന്നിൽ, ഭരണകൂടങ്ങൾക്ക് മുന്നിൽ വെച്ച ഒരു മനുഷ്യനാണ്. അത് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ആ വിഷയങ്ങളെ സമീപിച്ച ഒരു വ്യക്തി എന്ന് തന്നെ നമുക്ക് അതിനെ കാണാൻ കഴിയും. വലിയ തോതിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടില്ല എന്നുള്ള ആ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയെ റിപ്പോർട്ടിനെ മറികടക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഒരു ഭരണകൂടങ്ങൾ ചെയ്തത് എന്നുള്ളത് നമ്മൾ മറക്കരുത്. സാധാരണ ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് ഒരു പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ നൽകിയാൽ അതിനനുസരിച്ചുള്ള നടപടികൾ എടുക്കുന്നതിന് പകരം അതെങ്ങനെ അട്ടിമറിക്കാം എന്നുള്ളതാണ് തുടർന്ന് വന്ന ഭരണകൂടങ്ങളൊക്കെ തന്നെ പിന്നീട് നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത്. അതെങ്ങനെ മറികടക്കാം, അത് മറികടക്കുന്നതിന് വേണ്ടി മറ്റൊരു കമ്മിറ്റി വെക്കുക തുടങ്ങിയ നടപടികളിലേക്ക് നീങ്ങുക എന്നുള്ളതാണ്. പരിസ്ഥിതി എന്നുള്ള ആ ഒരു വിഷയം, അല്ലെങ്കിൽ പശ്ചിമഘട്ടത്തിന്റെ ആ ഒരു ദുർബലമായ ആ ഒരു സാഹചര്യം എടുത്തു കാണിക്കുകയും അതിനനുസരിച്ചുള്ള നടപടികൾ വേണമെന്ന് പറയുമ്പോൾ അതിനെ മറികടന്നുകൊണ്ടുള്ള നടപടികളിലേക്ക് അന്നത്തെ സർക്കാരുകൾ നീങ്ങി എന്നുള്ളത് നമ്മൾ മറക്കരുത്. അതിന് ജനങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള, അല്ലെങ്കിൽ അവിടെ താമസിക്കുന്നവരുടെ ഭാഗത്ത് നിന്നുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയവയൊക്കെ പറയുന്നുണ്ടെങ്കിലും എന്തുകൊണ്ട് ആ പരിസ്ഥിതി എന്നുള്ള ആ ഒരു വിഷയത്തിലേക്ക് ഭരണകൂടങ്ങൾ എത്തിയില്ല എന്നുള്ളതാണ് ഇനി വരുന്ന കാലഘട്ടത്തിൽ വേണ്ടത്. ആ ജനങ്ങളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് തന്നെ ഈ പരിസ്ഥിതി സംരക്ഷണം എത്ര മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും, മാധവ് ഗാഡ്ഗിൽ മുന്നോട്ട് വെച്ച ആ ഒരു വിഷയങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച കാര്യങ്ങൾ, അതിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളതാണ് ഇനിയുള്ള സർക്കാരുകളോ ഭരണകൂടങ്ങളോ ഒക്കെ ചെയ്യേണ്ടത്.